ഗായ്സ്, ഞാനും അങ്കുറും കൂടി ഇന്ന് അടുത്തുള്ളൊരു തോട് വരെ പോവുകയാണേ. ഞാനൊരു ദിവസം തോട്ടിൽ അലക്കാൻ പോയായിരുന്നു. അതേ പിന്നെ അങ്കുറു എന്നോട് പറഞ്ഞു, എന്നെപ്പോഴാണ് കൊണ്ടുപോകുക എന്നെപ്പോഴാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പം ഞാൻ അവളെയും കൂട്ടി അങ്ങ് പോയി. അവളെയും കൂട്ടി ഏതായാലും ഞാൻ കുറച്ച് തുണികളും കൂടെ എടുത്തു അലക്കാൻ വേണ്ടിയിട്ട്. അവളെ കൊണ്ടുപോയതേ ഓർമ്മയുള്ളൂ ഗൈസ്. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. വെള്ളത്തിലാകെ ഇച്ചിരി വെള്ളമേ ഉള്ളൂ. അവിടെ കിടന്നത് നിരങ്ങി മറിയലായിരുന്നു. കമന്ന് നീന്തലും ബഹളമായിരുന്നു. ഞാനതിൻ്റെ ഇടയ്ക്ക് വേഗം കുറച്ച് തുണികളെല്ലാം കഴുകിയെടുത്തു. ഇടയ്ക്ക് നോക്കുമ്പോൾ മീൻ പിടിക്കാനാണെന്നും പറഞ്ഞ് തുണിയെല്ലാം എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടു. പിന്നെ യോഗ ചെയ്യാമെന്ന് പറയുന്നത് കണ്ടു. എന്തായാലും അവൾ അവിടെ കിടന്ന് അങ്ങനെ തിമിർക്കായിരുന്നു ഗൈസ്. പിന്നെ അങ്ങനെ കുറേ നേരം അതിൽ കിടക്കട്ടെ, ഞാനോർത്ത് കുറേ ആയില്ലേ, ഇച്ചിരി വെള്ളമേ ഉള്ളൂ, ഒരുപാട് വെള്ളമൊന്നുമില്ല, അങ്ങനെ ഒഴുക്കുള്ള വെള്ളമാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ അവളെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ വാരിക്കെട്ടി ബാണ്ടത്തിലാക്കി. എന്നാൽ പിന്നെ ഞാനും കയ്യും മുകളിൽ ഒന്ന് കഴുകിയേക്കാന്ന് ഓർത്തു. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റ് മനസ്സിലായത്. അവളുടെ പ്രായമായിരുന്നെങ്കിൽ ഞാനും കൂടെ അങ്ങ് തിമിർത്താനായിരുന്നു ഗൈസ്. നല്ല അടിപൊളി. ഇത്രയും ചൂടും പിടിച്ചിട്ട് നല്ലൊരു വെള്ളം കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വാരിക്കെട്ടി തിരിച്ചു വന്നപ്പം അത്രയ്ക്കൊരു മുഖത്തിന് തെളിച്ചില്ല. അങ്ങോട്ട് പോയപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി ഒരു സഹതാപം സന്തോഷം കുറഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങൾ സ്കൂട്ടറിന് തന്നെ വീട്ടിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കുറച്ച് ഇറങ്ങി പോകണമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ. ബായ്.